നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പന്തലമരയുടെ വീഡിയോയാണ്. നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വിത്ത് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞ് ഒരു വാട്സാപ്പ് നമ്പറൊക്കെ ആഡ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് ഞാൻ വിത്ത് അയച്ചു കൊടുത്തായിരുന്നു. ഇപ്പോൾ കുറച്ച് വിത്തുണ്ട്. ആർക്കെങ്കിലും വിത്ത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ആ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നല്ല നീളമുള്ള പയറാണ്. രണ്ട് സൈഡും രണ്ട് കളറാണ്. ഒരു സൈഡ് പച്ചയും ഒരു സൈഡ് വയലറ്റ് കളറുമാണ്. നല്ല ടേസ്റ്റാണ്. അതായത് മെഴുക്കുവരട്ടി വെക്കാനും അതുപോലെ തന്നെ തോരൻ വെക്കാനും ഒക്കെ നല്ലതാണ്. ഒട്ടും പരിചരണമില്ലാത്തൊരു ചെടിയാണ്. ആ പഴുത്ത ഇലകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിൽ തന്നെ തൂത്ത് ഒതുക്കി കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. കടലപ്പിണ്ണാക്കൊക്കെ നമുക്ക് പുളിപ്പിച്ചൊഴിച്ച് കൊടുത്താൽ മതി. കിച്ചൻ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ചുവട്ടിൽ കിച്ചൻ വേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതിൽ ഭേദം കഞ്ഞിവെള്ളത്തിൽ, പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ കിച്ചൻ വേസ്റ്റ് ഇട്ടിട്ട് ഒരു ദിവസം വെക്കുക. പിറ്റേ ദിവസം രാവിലെയോ വൈകിട്ടോ അതിൻ്റെ ചുവട്ടിൽ വെള്ളം മിക്സ് ചെയ്ത് അത് ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ മതി. പൂക്കാനും കഴിക്കാനും വേണ്ടി ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ 7-8 പ്രാവശ്യം ഇതിൽ നിന്ന് വിളവെടുത്തതാണ്. ഇതുവരെ അതിൽ ഉറുമ്പ് ശല്യമോ മുഞ്ഞ ശല്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കീടശല്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇപ്പം അതിൽ കുറച്ച് ഇലകളൊക്കെ തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ ഞാൻ വഴുതന തൈ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വഴുതനയിലുള്ള പുഴുക്കളാണ് ഇതിൽ പകരുന്നത്. അല്ലാതെ വേറെ ഒരു കുഴപ്പവുമില്ല. നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും വിത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വിത്ത് അയച്ചു തരുന്നത്. പോസ്റ്റൽ ചാർജ് 55 രൂപയാണ്. ബാക്കി ഡീറ്റെയിൽസ് വാട്സാപ്പിൽ നമ്പർ ആഡ് ചെയ്ത് മെസ്സേജ് വരുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.